അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരം ഇന്ന് നിഗംബോധ് ഘട്ടിൽ നടക്കും. 11 മണിക്ക് സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് നടത്തുക. രാവിലെ 8:30 മുതൽ 9:30 വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. അതേസമയം കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗ് സ്മാരകം പണിയാൻ സ്ഥലം വിട്ടു നൽകുന്നില്ല എന്ന UPA വാദം പൊളിയുന്നു. സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണ്. അതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച സ്ഥലം കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നമസ്തേ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിൻ്റെ നിര്യാണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. ഇന്ന് പൊതുദർശനം, സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ സ്ഥലം അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ള വെറുതെയുള്ള വാദങ്ങൾ ഉയർത്തുകയാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ കൃത്യമായ നയത്തോടു കൂടി മുന്നോട്ട് പോയാൽ അതിനൊക്കെ സ്ഥലം നൽകാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാരും അറിയിക്കുന്നു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര കർമ്മങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ വിഷയം അതൊന്ന് വിശദമാക്കാമോ ഗൗതം? വിനോദ്, ഇന്ന് 11:30 മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ആസ്ഥാനമായിട്ടുള്ള AICCയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിക്കും. അതിനെ സ്വീകരിക്കുവാനും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ധാരാളമായി ഇന്ന് ഇവിടേക്ക് എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾക്കുമുള്ള അവസരം ഇവിടെയാണ് AICC ഒരുക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ 8 മണിയോടുകൂടി ഭൗതികദേഹം മോട്ടിലാൽ നെഹ്റു മാർഗിലെ മൻമോഹൻ സിംഗിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഇവിടേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം ഈ കാണുന്ന AICC ആസ്ഥാനത്ത് പ്രത്യേക പന്തൽ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ ആണ് പൊതുദർശനം നടക്കുക. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾക്ക് മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനുമായി കോൺഗ്രസ് അവസരം ഒരുക്കിയിരിക്കുന്നത് AICCയിൽ തന്നെയാണ്. അതിനാൽ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ഭൗതികദേഹം ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോട്ടിലാൽ മാർഗിലെ അവിടെ തന്നെയാണ്. 8 മണിയോടുകൂടി അവിടുന്ന് പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ ഇവിടേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9:30 വരെ ഇവിടെ ഭൗതികദേഹം പൊതുദർശനത്തിനായി വയ്ക്കും. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം AICCയിലും എത്തും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതുവഴിയാണ് രാഹുലും അതോടൊപ്പം തന്നെ പ്രിയങ്കയും ഒക്കെ ഉൾപ്പെടെ ഉള്ളവർ വരാനിരിക്കുന്നത്. ഇതിലേക്ക് ഇവിടെയെല്ലാം പൂർണ്ണമായി ഒഴിച്ചിട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ ആളുകളെല്ലാം അവിടെ നിന്ന് മാറ്റി പൂർണ്ണമായും കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കൾക്ക് മാത്രമായി എത്തുന്നതിന് വേണ്ടി പാതയെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസം അതികഠിനമായ മഴ അതോടൊപ്പം തന്നെ മഞ്ഞ്, ഇത് രണ്ടും ഒരുപോലെ രൂക്ഷമായിരുന്നു ഡൽഹിയിൽ. അതിനാൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. ഇന്നലെ പൊതുദർശനത്തിന് വെച്ചത് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്. ഇപ്പോഴും അവിടെ പൊതുദർശനമുണ്ട്, പക്ഷേ അവിടെ സാധാരണ ആളുകൾക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല വലിയ മഴയും തണുപ്പുമൊക്കെ കാരണം ഇന്നലെ കാര്യമായൊരു ജനക്കൂട്ടം മോട്ടിലാൽ നെഹ്റു മാർഗിലേക്ക് എത്തിയതുമില്ല. അതിനാൽ തന്നെ ഇന്ന് ഒരുപക്ഷെ ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം കാര്യമായ മഴ പെയ്തിട്ടില്ല, മഞ്ഞ് മാത്രമാണ് ഉള്ളത്. അതിനാൽ ഇന്നാകും ഒരുപക്ഷെ ഈ കോൺഗ്രസ് പ്രവർത്തകർ, സാധാരണ പ്രവർത്തകരെല്ലാം തന്നെ മൻമോഹൻ സിംഗിനെ അവസാനമായി കാണുന്നതിനായും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായും ഇവിടേക്ക് എത്തുക. അതിനാൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിനോദ്, മൻമോഹൻ സിംഗിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഗൗതം, ആ വിഷയത്തിലേക്ക് കൂടി മൻമോഹൻ സിംഗിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ നേതാക്കൾ പറയുന്നു. പക്ഷേ അങ്ങനെയല്ല. കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം വരുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് മുന്നോട്ട് വന്നാൽ അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ ഉള്ള സ്ഥലം അടക്കമുള്ള സംവിധാനങ്ങൾ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ വിശദാംശം കൂടി. വിനോദ്, ഇന്നലെ ഈ മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് 1-2 വിവാദങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ടാണ് ഒരു വിവാദം രൂപപ്പെട്ടത്. അതോടൊപ്പം മറ്റൊന്ന്, അദ്ദേഹത്തിന് സ്മാരകം പണിയാൻ കേന്ദ്ര സർക്കാർ സ്ഥലം നൽകിയില്ല എന്ന് പറഞ്ഞ് മറ്റൊരു വിവാദത്തിന് കൂടി കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ അതൊരു അടിസ്ഥാനമില്ലാത്ത വാദമാണ് എന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വ്യക്തമാക്കി. അതായത് മൻമോഹൻ സിംഗ് സിംഗിന് ഒരു സ്മാരകം പണിയാനുള്ള സ്ഥലം വിട്ടു നൽകണമെന്നതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. അത് വിട്ടു നൽകിയില്ല എന്നൊന്നും കേന്ദ്രം പറഞ്ഞിരുന്നില്ല. ഇന്നലെ രാവിലെയാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും
രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ ഇന്നലെ രാവിലെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയക്കുകയും ഒക്കെ ചെയ്തു. കേന്ദ്ര സർക്കാർ അതിന് നൽകിയ വിശദീകരണം എന്നത് ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം. ആ ട്രസ്റ്റ് രൂപീകരിച്ച ആ ട്രസ്റ്റിനാണ് സ്ഥലം കൈമാറേണ്ടത്. അത് ഒരു കീഴ്വഴക്കമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചത്. പക്ഷേ രാവിലെ കത്തെഴുതിയതിന് ശേഷം ഈ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും മൻമോഹൻ സിംഗിനെ അപമാനിച്ചു, അതല്ലെങ്കിൽ മൻമോഹൻ സിംഗിന് സ്മാരകം പണിയുവാനായി സ്ഥലം വിട്ടു നൽകിയില്ല തുടങ്ങിയ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിനെ രൂക്ഷ ഭാഷയിലാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ വൈകുന്നേരം വിമർശിച്ചത്. സ്മാരകം പണിയാൻ സ്ഥലം വിട്ടു നൽകില്ല എന്ന് ഒരിക്കൽ പോലും സർക്കാർ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു കീഴ്വഴക്കം എന്നത് സ്വാഭാവികമായും ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം. അതിനുശേഷം ആ ട്രസ്റ്റിൻ്റെ പേരിലാണ് സ്ഥലം അനുവദിക്കുന്നത്. അതല്ലാതെ അനാവശ്യമായ വിവാദങ്ങൾക്ക് ശ്രമിക്കരുത് എന്ന ഒരു മറുപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇന്നലെ ഉണ്ടായത്. എന്തായാലും മുൻ പ്രധാനമന്ത്രിയുടെ ഈ ദേഹവിയോഗവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ വിവാദങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ തിരികൊളുത്തി വിട്ടു എന്നതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും വിവാദങ്ങൾ രൂപപ്പെട്ടു. 9:51 ഡിസംബർ 26 രാത്രി 9:51 ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മൻമോഹൻ സിംഗ് അന്തരിക്കുമ്പോൾ 9:23 അതായത് മരണം സംഭവിക്കുന്നതിന് 28 മിനിറ്റുകൾക്ക് മുമ്പാണ് റോബർട്ട് വാദ്ര മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് എടുത്തത്. അതിനെതിരെ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രൂപപ്പെട്ടു. കാരണം ഒരു മുൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരണപ്പെടുന്നതിന് മുൻപേ മരിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ വാർത്തകൾ നൽകുകയും ചെയ്തത് കേവലം ഷോ ഓഫും അതോടൊപ്പം തന്നെ മരണത്തെ പോലും ആഘോഷമാക്കുന്നതുമായ കോൺഗ്രസിൻ്റെ തരംതാണ ശൈലിയാണ് എന്നതായിരുന്നു BJPയുടെ വിമർശനം. അതിന് പിന്നാലെയാണ് സ്മാരകം പണിയാൻ കേന്ദ്ര സർക്കാർ സ്ഥലം നൽകുന്നില്ല എന്നൊരു അനാവശ്യവാദം രൂപപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിവാദവും ഈ മുൻ പ്രധാനമന്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പടത്തിവിട്ടത്. എന്തായാലും അത്തരം വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരും ഈ മൻമോഹൻ സിംഗിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾക്കെല്ലാം വളരെ അനുകൂലമായി പ്രതികരിക്കുന്നു. കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മോട്ടിലാൽ മാർഗിലെ 3 ജൻപത്ത് വസതിയിലുണ്ട്. അവിടേക്ക് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നുണ്ടായിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ അദ്ദേഹം ഈ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ എയിംസ് ആശുപത്രിയിലേക്ക് എത്തി വേണ്ട കാര്യങ്ങളെല്ലാം അന്ന് രാത്രിയിൽ തന്നെ ചെയ്തു. അതുകൂടാതെ ഇന്നലെ പ്രധാനമന്ത്രിക്കൊപ്പം JP നഡ്ഡ ഉണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചതാണ്. അങ്ങനെ BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് മുഴുവൻ പ്രമുഖ നേതാക്കളും ഇന്നലെ ഈ മൻമോഹൻ സിംഗിൻ്റെ വസതിയിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ഒപ്പം കുടുംബത്തോടും സംസാരിച്ച് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കളോടും സംസാരിച്ച ശേഷമാണ് ഈ സംസ്കാരം സംബന്ധിച്ചുള്ളൊരു തീരുമാനം തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. ഇന്നലെ രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രത്യേകം എടുത്ത തീരുമാനങ്ങളെല്ലാം ആദ്യം ഈ കുടുംബത്തെ കണ്ട് സംസാരിച്ചു. 10 മണിക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആരോഗ്യമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ നഡ്ഡയും ഈ മോട്ടിലാൽ നെഹ്റു മാർഗിലെ മൻമോഹൻ സിംഗിൻ്റെ വസതിയിലെത്തി കുടുംബത്തോടാണ് ആദ്യം സംസാരിച്ചത്. പിന്നീട് കോൺഗ്രസ് നേതാക്കളോടും സംസാരിച്ച് ഒരു ധാരണയിലെത്തിയ ശേഷമാണ് 11 മണിക്ക് ക്യാബിനറ്റ് ചേർന്ന് ഈ സംസ്കാരത്തിൻ്റെ സമയം ഉൾപ്പെടെ തീരുമാനിച്ചത്. അത്തരത്തിൽ വളരെ ബഹുമാനത്തോടുകൂടി എല്ലാ മൻമോഹൻ സിംഗ് എന്ന ഒരു മുൻ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ മുൻ RBI ഗവർണർ അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളുടെ എല്ലാം ബഹുമാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടന്നത്. അതിനിടയിലാണ് ഈ സ്മാരകത്തിൻ്റെ പേരിലുള്ള ഒരു അനാവശ്യ വിവാദം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിവിട്ടത്. വിനോദ്. അതെ, അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അനാവശ്യ വിവാദമുണ്ടാക്കി കേന്ദ്ര സർക്കാരിനെ വിവാദത്തിൽപ്പെടുത്താനുള്ള ശ്രമമാണ്. പക്ഷേ അത് വിജയിക്കുന്നില്ല. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ അർഹമായ പരിഗണനയാണ് കേന്ദ്ര സർക്കാർ മുൻ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വളരെ ശ്രദ്ധേയനായ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര ചടങ്ങുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവ്, ബഹുമതി ഇതെല്ലാം കൃത്യമായി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഒരു കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരു വിവേചനം ഒന്നും കാട്ടാതെ അദ്ദേഹം മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ്. അദ്ദേഹം രാജ്യത്തിന് മുഴുവനായി നൽകിയ സേവനങ്ങൾ, സാമ്പത്തിക രംഗത്ത് അദ്ദേഹം വരുത്തിവെച്ച മാറ്റങ്ങൾ ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ അത് മാതൃകാപരമായി തന്നെ കാണേണ്ടതാണ്. അർഹമായ പരിഗണന അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദേവിക, അങ്ങനെ തന്നെയല്ലേ? അത് തന്നെ. ഇനി 8:30 മുതൽ 9:30 വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനം നടക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്.